എന്ന് ചോദിച്ചാൽ ഭരണമില്ലാതെ ഇവിടെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും പാഴ്വേലകളാണ് എന്നാണ്. ഒരു ഭരണ സംവിധാനത്തിൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ കഴിയൂ. ഭരണമില്ലെങ്കിൽ ലക്ഷ്യം തന്നെ നേടാൻ കഴിയില്ല, ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് പോലും ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന അവസ്ഥ വരെ അവരെത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടു. ആരും മാറിയില്ലെങ്കിലും, ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിനാണ്, ഇഖാമത്തുദ്ദീൻ, സൂറത്ത് ഷൂറ. പക്ഷെ ഈ ലക്ഷ്യം നേടിയ പ്രവാചകന്മാരും നേടാൻ സാധിക്കാതെ പോയ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ സൂറത്ത് നൂഹ് അലൈഹി ഇസ്ലാം 950 വർഷം പ്രവർത്തിച്ചിട്ടും ഈ ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ചപ്പോൾ പോലും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിന് അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല, പിന്തിരിയാൻ പാടുമില്ല. സ്വീകരിക്കാത്തവർ പരാജയപ്പെട്ടു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരും പരാജയപ്പെട്ടു. നൂഹ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ വിജയിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. ദാവൂദ് സുലൈമാൻ അലൈഹി ഇസ്ലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. ആണോ? പ്രവാചകന്മാർക്ക് പോലും ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിയില്ല. വളരെ ചുരുക്കം നബിമാർക്ക് ഭരണം കിട്ടിയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ വളരെ കുറച്ച് നബിമാർക്ക് മാത്രം ലക്ഷ്യം കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം കാണാതെ പോയവരാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്രമാത്രം അപകടകരമായ വാദം പിന്നീട് ഉൽപ്പതിഷ്ഠ തിരശ്ശീലയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ചില ആളുകൾ ഉന്നയിച്ചു.